കൊച്ചിയിലെ തിരക്കേറിയ ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയ ഒരാളായിരുന്നു രവി. മഴ പെയ്യുന്ന ഒരു ഇരുണ്ട വൈകിട്ട് പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്ന് അവന്റെ വാട്സാപ്പിൽ ഒരു സന്ദേശമെത്തി. മഴ കനത്തു. നഗരത്തിന്റെ കാറ്റുപോലെയും മഴയുപോലെയും ഒരു ശബ്ദം മാത്രം. പിന്നിൽ കറുത്ത കാറുകൾ, അകത്തുനിന്ന് നോക്കുന്ന അന്ധകാരമുഖങ്ങൾ. രവി മുന്നോട്ട് നടന്നു. അവന്റെ പോക്കറ്റിൽ നിന്ന് തറയിൽ വീണുപോയ ഒരു പേപ്പർ ഫയൽ, അതിൽ ചേതന്റെ അയരവന്റെ രഹസ്യരേഖകൾ തുടങ്ങിയുള്ള ശബ്ദം. ഒരാൾ പിന്നിൽ. പിടികൂടാൻ ശ്രമിക്കുന്ന കയ്യെത്ത്. രവി ഓടാൻ തുടങ്ങി. കറുത്ത പാതയിൽ ചെറിയ നീല ലൈറ്റുകൾ മാത്രം വഴികാട്ടി. ഒരിടത്ത് പച്ചക്കുറുക്കുള്ള ഒരു ഗേറ്റിൽ എത്തി. അവിടെ എഴുതി അവിടെ രവി ഒരു അടച്ചുവച്ച സെക്രട്ടറി റൂം കാണുന്നു. ഭയങ്കര സൈബർ മിസ്റ്ററി മുഴുവനും. അവൻ അടുത്തു പോകുമ്പോൾ അവന്റെ മുന്നിൽ കറുത്ത മാസ്ക് ധരിച്ച ഒരാൾ. നിനക്ക് കൂടുതൽ അറിയേണ്ടതില്ല, ആ മനുഷ്യൻ ചീരി. ഒരു ചിറക്കിൽ നിന്ന് ഒരു വൈദ്യുത ഷോക്ക്. ഒടുവിൽ രവിയുടെ കാഴ്ച അടുങ്ങി. രവി കണ്ണു തുറന്നു. ചുറ്റും ഒരു തണുത്ത വെളുത്ത മുറി, ഓരോ ഭിത്തിയും മെറ്റൽ പോലെയുള്ള വെള്ള നിറം. അവൻ നിഷ്കളങ്കനായി മുന്നോട്ടു നോക്കി. മുറിയുടെ പകുതിയിൽ ഒരു മികച്ച വലിപ്പമുള്ള സ്ക്രീൻ, അത്രയേറെ അരികിൽ ഒരു കമ്പ്യൂട്ടർ കൺസോൾ. അതിൽ ഒരേയൊരു വാക്ക് മാത്രം തെളിഞ്ഞു: കൺഫേം ഐഡന്റിറ്റി, രവി ആസറ്റ് ഓർ ലയബിലിറ്റി. മുറിക്കു നടുവിൽ ഒരു ചെറിയ ടേബിൾ, അതിനുമുകളിൽ രവിയുടെ കുട്ടിക്കാല ഫോട്ടോകളും ഓൾഡ് മൊബൈൽ, ലോക്ക്ഡ് ഡയറി. അവൻ മുന്നോട്ട് നീങ്ങി. എപ്പോൾ സ്ക്രീനിൽ ഒരു കണ്ണിന്റെ സ്കാൻ ചാർജായി. അവൻ ദിശ തിരിഞ്ഞു പോകാൻ ശ്രമിച്ചു. അത് ചെറുതായി ആലോചനാത്മകമായ ശബ്ദത്തിൽ പറഞ്ഞു: "There is no escape. Choose." രവി മനസ്സിലാക്കി, അവനു ഇനിയൊരു ചോയ്സ് മാത്രം. അവൻ സത്യം തുറന്നു പറയുമോ, അതോ ജീവൻ രക്ഷിക്കാൻ ആത്മാർത്ഥമായിരിക്കും? അവന്റെ ഓരോ ശ്വാസവും കടുപ്പം കൂടി. മുറി ഒപ്പം കത്തിത്തുടങ്ങി. ലൈറ്റുകൾ കിളിർപ്പിച്ചു. രവി ആ ഭീകരമായ കൺഫേം ഐഡന്റിറ്റി സ്ക്രീനെ നോക്കി നിൽക്കുമ്പോൾ അവന്റെ ചുറ്റും പ്രകാശവലങ്ങൾ, ലൈറ്റ് റിംഗ്സ് വരക്കാൻ തുടങ്ങി. ഓരോ പ്രഭാവലയും ഓർമ്മകളുടെ ചെറിയ ക്ലിപ്പുകൾ പോലെയായി പറ്റിച്ചു. കമ്പനി പ്രവർത്തിപ്പിച്ച സിസ്റ്റത്തിന്റെ ഡാറ്റ ചോർച്ച, രഹസ്യമായി അപ്രത്യക്ഷമാക്കിയ ജീവനക്കാർ, ആ പഴയ സൈബർ ടെക് ബിൽഡിംഗിന്റെ ഒളിച്ചു സുരക്ഷിച്ച റൂമുകൾ. അവന് മനസ്സിലായി, അവന്റെ ഓർമ്മകൾ തന്നെ പ്രൂഫായി ഉപയോഗിക്കുകയാണ്. അവർ അവന്റെ മനസ്സിനുള്ളിൽ കടക്കുന്നു. ഒരിക്കലും അദ്ദേഹം കണ്ടിരുന്നില്ലാത്ത ഒരു രഹസ്യത്വരത്തിലൂടെ. അവൻ അലറി: "ഇത് എന്റെ ഓർമ്മകളാണ്, നിങ്ങൾക്ക് അവ കൈക്കൊള്ളാൻ പറ്റില്ല." പക്ഷേ അത് ധരിച്ചു. ഒരു മെന്റൽ ഹാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കമ്പനി അദ്ദേഹത്തെ റീപ്രോഗ്രാം ചെയ്യാൻ ശ്രമിക്കുന്നു, അവനെ ആസറ്റ് ആക്കാനോ ലയബിലിറ്റി ആയി ഇല്ലാതാക്കാനോ. രവി തന്റെ ഓർമ്മകളുടെ കൊടുങ്കാറ്റിലൂടെ കടന്നുപോയ ശേഷം ഒരു പ്രകാശത്തിലേക്ക് തള്ളിക്കൊടുക്കപ്പെട്ടു. അവന്റെ മുന്നിൽ 2 വാതിലുകൾ. ഒന്ന് കറുത്ത വാതിൽ, ഓരിഗിൽ ഫഗാറ്റ് എന്നെഴുതിയിരിക്കുന്നു. മറ്റൊന്ന് വെള്ളവാതിൽ, റിമെമ്പർ എന്ന്. ഓരോ വാതിലിനും താളമിട്ടുകൊണ്ട് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഫഗാറ്റ് വാതിലിൽ നിന്ന് ശാന്തതയും വാഗ്ദാനവും വിരിയുന്നു. റിമെമ്പർ വാതിലിന്റെ ചുറ്റും ചൂള പടരുന്ന തീയുടെ പോലെ ഭീഷണി. ഒരു ശബ്ദം അകത്തുനിന്ന്: "അവശേഷിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ്, നീ ആരാവാൻ തീരുമാനിക്കുന്നു?" രവി ചിന്തിച്ചു. ഫഗാറ്റ് ഓർമ്മ മറന്നാൽ സുതാര്യമായ ജീവിതം കിട്ടും. റിമെമ്പർ ഓർമ്മക്കു കിടക്കുക, പക്ഷേ സത്യം പുറത്തു പറയാൻ പേടിക്കാതെ ജീവിക്കണം. അവന്റെ പാദങ്ങൾ കുലുക്കി. മണിപ്പൊട്ടി. അവൻ ഒരു വാതിലിലേക്ക് നീങ്ങി. രവി റിമെമ്പർ വാതിൽ തുറന്നു. വാതിൽക്കു അകത്തേക്കു കയറിയപ്പോൾ ഒരിടത്തും കാണാത്ത ഒരു ഭീകര ലാബ് ആകുന്നു അവൻ കടന്നത്. മഞ്ഞയും മെറ്റൽ ഉപകരണങ്ങളും ഡിജിറ്റൽ സ്ക്രീനുകളും കൊണ്ട് നിറഞ്ഞു. നാനാവിധമായ ചിപ്പുകൾ, കോഡുകൾ, ഹാർഡ് ഡ്രൈവ്സ് എല്ലാം ഒന്നു ചേർന്ന് ഒരനന്തമായ നെറ്റ്വർക്ക് പോലെയാണ്. അവൻ മുന്നോട്ടു നടന്നപ്പോൾ ഒരു വലിയ കൺട്രോൾ പാനൽ തെളിഞ്ഞു. പാനലിൽ ഒരു വാക്ക് മാത്രം: "ഡൗൺലോഡ് ദ ട്രൂത്ത്." പക്ഷേ അതിനു മുന്നിൽ ഒരു വലിയ റെഡ് വാർണിംഗ് നിലയ്ക്കുന്നു: "ഡേഞ്ചർ, സിസ്റ്റം ഫെയിലിയർ ഇമിനന്റ്." രവി മനസ്സിലാക്കി, സത്യം ഡൗൺലോഡ് ചെയ്താൽ അവർ മുഴുവൻ പറ്റിക്കപ്പെടും. എന്നാൽ അതിനൊപ്പം അവന്റെ ജീവനു വലിയ ഭീഷണിയുണ്ടാകും. അവന് മുന്നേറുക മാത്രമേ വേനാവൂ. അവൻ പാനൽ സജീവമാക്കി ഡൗൺലോഡ് ബട്ടൺ അമർത്തി. അപ്പോഴേക്കും മുഴുവൻ ലാബ് ചുളിഞ്ഞു, അലറിത്തുടങ്ങി. അന്തിമ തകർച്ചയ്ക്ക് മുൻപായി അവൻ രക്ഷപ്പെടേണ്ടതുണ്ട്. രവി ഡൗൺലോഡ് പൂർത്തിയാക്കിയിട്ട് വലിയൊരു ആകമ്പനമായ ശബ്ദം ഉരുണ്ടുപോയി. ലാബ് മുഴുവൻ അന്ധകാരത്തിലേക്കു മുങ്ങി. അവൻ നേരെ പുറത്തെത്തി. പക്ഷേ ഇത് സാധാരണമായ കൊച്ചിയല്ലായിരുന്നു. എല്ലാ സ്ക്രീനുകളും ഒരു സന്ദേശം മാത്രം കാണിക്കുന്നു: STATUS TRUTHUNLOCKAD. പുതിയ ലോകം, പഴയ സിസ്റ്റം തകർന്നിരിക്കുന്നു. പുതിയ ഗതിക്കു ദ്വാരങ്ങൾ തുറന്നിരിക്കുന്നു. എന്നാൽ മണ്ണിലെ കാറ്റിൽ ഒരു വ്യത്യാസമുണ്ട്. രഹസ്യ ഏജൻറ്റ്സ് അവനെ തേടി തുടങ്ങിയിരിക്കുന്നു. അവൻ ഒരിക്കലും സുരക്ഷിതനല്ല ഇനി. രവി പരിണമിച്ചു. ഒരു കാലത്ത് ഭയപ്പെട്ടിരുന്നവൻ ഇപ്പോൾ ഒരു വിപ്ലവകാരിയായിത്തീർന്നു. രവി നഗരത്തിലൂടെ നടന്നു മുന്നേറുമ്പോൾ അവന്റെ ഫോൺ വീണ്ടും കനത്ത മഴയിലേക്ക് വിറച്ചു.
സ്ക്രീനിൽ ഒരു പുതിയ സന്ദേശം. നിന്റെ കടമ അവസാനിച്ചില്ല, മറ്റുള്ളവർക്ക് വെളിച്ചം പകർന്നു തരുക. അവൻ തല ചായക്കാതെ മുന്നോട്ടു നീങ്ങി. ആകാശത്തുനിന്നു പിറകെ അടുത്ത കിടക്കുന്ന മിന്നലിന്റെ വിളക്കുപോലെ രവി എവിടെയോ വീണ്ടും നഷ്ടപ്പെട്ടു. അവൻ ഇനി ഒരു സാധാരണ മനുഷ്യനല്ല, ഒരു സങ്കേതമായ ഓർമ്മയാണു, സത്യം പ്രതിനിധീകരിക്കുന്ന ഒരു